ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തീയ സഹോദരിയുടെ എല്ലാ സഹോദരിമാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നയമാന്റെ വീട്ടിലെ പെൺകുട്ടി എന്ന കഥാപാത്രത്തെക്കുറിച്ച് ഈ 10-ാം ദിവസവും ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുവാൻ സഹായിക്കുന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 2-3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രയേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അവൾ തൻ്റെ യജമാനത്തിയോട്, യജമാനൻ ശമര്യയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഈ കുടുംബത്തോട് അവൾക്ക് സഹതാപം തോന്നി. അവർക്കൊരു നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. അവരുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കുകയും ചെയ്തു. അവളുടെ കോമൺ സെൻസും കഷ്ടതയിൽ സന്തോഷിക്കാനുള്ള കഴിവും ശത്രുക്കളെ സ്നേഹിക്കാനുള്ള മനസ്സും ഇതിനൊക്കെ അവളെ സഹായിക്കുകയും ചെയ്തു. പലർക്കും ഇതെല്ലാം സാധിച്ചാലും തീരുമാനശേഷിയില്ല എന്ന ഒറ്റ കാരണത്താൽ പറയേണ്ടത് തക്ക സമയത്ത് പറയാനും ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യാനും കഴിയാതെ പോകാറുണ്ട്. 3-ാം വാക്യത്തിലെ പറഞ്ഞു എന്ന പ്രയോഗത്തിൽ നിന്നും അവൾ തീരുമാനശേഷിയുള്ള ഒരു കുട്ടിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു തീരുമാനമെടുക്കുക എന്നത് ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഒരുപോലെ എളുപ്പമായിരിക്കുന്ന ഒരു സംഗതിയല്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക എന്നത് ദുഷ്കരമാണ്. ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ പറയണമെന്നോ ചെയ്യണമെന്നോ തീരുമാനിക്കേണ്ടി വരും. അതുപോലെ തന്നെ മറ്റു ചില സാഹചര്യങ്ങളിൽ ചിലത് പറയേണ്ടെന്നോ ചെയ്യേണ്ടെന്നോ തീരുമാനിക്കേണ്ടിയും വരും. വേണമെന്നാണെങ്കിലും വേണ്ടെന്നാണെങ്കിലും നാം എടുക്കുന്ന തീരുമാനമാണ് മുമ്പോട്ടുള്ള ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്. സ്വന്തമായ ഇച്ഛാശക്തിയോടുകൂടിയാണ് ദൈവം നമ്മെ എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീരുമാനമെടുക്കാനുള്ള കഴിവ് എല്ലാവർക്കുമുണ്ട്. എങ്കിലും തക്ക സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ എല്ലാവർക്കും കഴിയാറില്ല. ഒരു തീരുമാനമെടുക്കുന്നതിൽ നിന്ന് പലപ്പോഴും നമ്മെ തടസ്സപ്പെടുത്തുന്നത് അമിതമായ ചിന്തയും തീരുമാനമെടുത്താൽ തന്നെ അത് തെറ്റായി പോകുന്നതിൻ്റെ കാരണം നിശ്ചിന്തയുമാണ്. അമിതമായ ചിന്തയും നിശ്ചിന്തയും തീരുമാനങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം. അമിതമായ ചിന്തയെക്കുറിച്ച് സഭാപ്രസംഗി 11-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. വിതയ്ക്കുന്ന സമയത്ത് കാറ്റും കൊയ്യുന്ന സമയത്ത് മഴയും നല്ലതല്ല. വിതയ്ക്കുന്ന സമയത്തുണ്ടാകുന്ന കാറ്റ് മൂലം കുറച്ച് വിത്തുകളെങ്കിലും ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വീഴാതെ പാറിപ്പോകും. അതുപോലെ കൊയ്ത്തിന്റെ സമയത്തുണ്ടാകുന്ന മഴ കൊയ്ത്തിനെയും ധാന്യങ്ങളെ കേടുകൂടാതെ ശേഖരിക്കുന്നതിനെയും ബാധിക്കും. ഇതെല്ലാ കർഷകർക്കും അറിയാം. എന്നാൽ വിതയുടെ സമയത്ത് കാറ്റോ കൊയ്ത്തിന്റെ സമയത്ത് മഴയോ ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടാൽ വിതയും നടക്കില്ല, കൊയ്ത്തും നടക്കില്ല. സംഭവിച്ചേക്കാവുന്ന എല്ലാ ദോഷങ്ങളെയും മുൻകൂട്ടി കാണാനും മുൻകരുതലുകൾ എടുക്കാനും എല്ലായ്പ്പോഴും നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. ദൈവത്തിന്റെ പദ്ധതിയിലുള്ള പല കാര്യങ്ങളും മുഴുവനായി മനുഷ്യന് അറിയുവാൻ കഴിയില്ല. വരാനിടയുള്ള ആപത്തുകളെ ഒഴിവാക്കാനായി എപ്പോഴും കാറ്റിനെയും കാലാവസ്ഥയെയും നോക്കുന്ന കർഷകൻ തൻ്റെ അനാവശ്യ ജാഗ്രതയിൽ വിതയ്ക്കാനുള്ള സമയം നഷ്ടപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ തനിക്ക് സമയത്ത് കൊയ്യുവാനും കഴിയാതെ പോകുന്നു. അമിതമായ ചിന്ത ചുറ്റുപാടുകളോടുള്ള ഭയത്തിൽ നിന്നുണ്ടാകുന്നതാണ്. 2 കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതലും അമിതമായ ചിന്ത ഉണ്ടാവുക. 1. കഴിഞ്ഞ നാളുകളിൽ ചുറ്റുപാടുകളിൽ നിന്നുണ്ടായ വിഷമതകൾ മറക്കാതെ അവയെക്കുറിച്ച് കൂടെ കൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. 2. വരുന്ന നാളുകളിൽ എത്തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ചുറ്റുപാടുകളിൽ നിന്നുണ്ടാവുക എന്ന ആശങ്കകൾ. ഈ 2 തരത്തിലുമുള്ള അമിത ചിന്തകൾ പലപ്പോഴും തീരുമാനമെടുക്കുന്നതിൽ നിന്നും നമ്മെ പുറകോട്ട് വലിക്കും. കഴിഞ്ഞകാല വിഷമതകളെക്കുറിച്ചുള്ള അമിതമായ വിചാരങ്ങളും ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യമായ ആകുലതകളുമാണ് പല വിഷയങ്ങളിലും തീരുമാനമെടുക്കുന്നതിന് തടസ്സം. ഈ പെൺകുട്ടിയുടെ അനുഭവത്തിലേക്ക് മടങ്ങി വരാം. നയമാനിൽ നിന്നും അരാമ്യരിൽ നിന്നുമുണ്ടായ വിഷമതകളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവളെ വല്ലാതെ അലട്ടിയിരുന്നില്ല. നയമാന് സൗഖ്യം വരുന്ന കാര്യം പറയുന്നതിന് അവളുടെ ഓർമ്മകൾ തടസ്സമായിരുന്നില്ല. അതുമാത്രമല്ല, ദൈവത്തിന്റെ പ്രവാചകൻ സൗഖ്യമാക്കുമെന്ന കാര്യം പറഞ്ഞാൽ പിന്നീട് തനിക്ക് എന്ത് സംഭവിക്കും എന്ന കാര്യത്തെക്കുറിച്ച് അവൾ ആശങ്കപ്പെട്ടിരുന്നുമില്ല. യഹോവയാണ് അരാമിന് വിജയം നൽകിയതെന്ന് 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നു. പക്ഷേ അരാമ്യർ വിശ്വസിച്ചിരുന്നത് അങ്ങനെയല്ല. അവരുടെ ദേവന്മാരാണ് വിജയം നൽകുന്നതെന്ന് അവർ കരുതിയിരുന്നു.
അവരുടെ കാഴ്ചപ്പാടിൽ ഈ പെൺകുട്ടിയെ അരാമ്യരിൽ നിന്ന് രക്ഷിക്കാൻ ഇസ്രായേലിന്റെ ദൈവത്തിന് കഴിഞ്ഞില്ല. അങ്ങനെയുള്ള ഒരു ദൈവത്തിന്റെ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞാൽ അവർ പരിഹസിച്ചേക്കാം. ഒരു പക്ഷേ ഇസ്രായേലിന്റെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ അവൾ ഉപദ്രവിക്കപ്പെടാനും സാധ്യതയുണ്ട്. അവളുടെ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. എന്നാൽ തനിക്ക് എന്ത് സംഭവിക്കും എന്ന കാര്യത്തെക്കുറിച്ച് അവൾ ആശങ്കപ്പെട്ടിരുന്നില്ല. കഴിഞ്ഞുപോയ വിഷമതകളെക്കുറിച്ചുള്ള അമിതമായ വിചാരങ്ങളും ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യമായ ആകുലതകളും ഇല്ലാതിരുന്നതുകൊണ്ട് ഉചിതമായ തീരുമാനമെടുക്കുവാൻ അവൾക്ക് സാധിച്ചു. നമ്മുടെ ജോലിസ്ഥലം, ബന്ധുക്കൾ, വിശ്വാസ സമൂഹം, കുടുംബം ഇവയൊക്കെ നമ്മുടെ ചുറ്റുപാടുകളാണ്. ഈ ചുറ്റുപാടുകളിൽ നിന്നും പല ദുരനുഭവങ്ങളും നമുക്കുണ്ടായേക്കാം. കൂടെ കൂടെ അത് ഓർത്തുകൊണ്ടിരുന്നാൽ നാം നിഷ്ക്രിയരായി പോകും. അതുപോലെ തന്നെ ആപൽക്കരമായി ഭവിച്ചേക്കാവുന്ന നമുക്ക് നിയന്ത്രിക്കാനാകാത്ത കാര്യങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നതും ഇപ്പോൾ എടുക്കേണ്ട തീരുമാനങ്ങളിൽ നിന്ന് നമ്മെ പുറകോട്ട് വലിക്കും. അടുത്തതായി നിശ്ചിന്ത നമ്മുടെ തീരുമാനങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം. സദൃശവാക്യം 1-ാം അധ്യായം 32-ാം വാക്യം. ഭോഷന്മാരുടെ നിശ്ചിന്ത അവരെ നശിപ്പിക്കും. ഈ വേദഭാഗം 29 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ചിന്തയില്ലാത്ത ഒരു മനുഷ്യനെ കുറിച്ചാണ് ശലോമോൻ പറയുന്നത്. ചിന്തയില്ലാത്ത ഒരു മനുഷ്യൻ ജീവിതത്തെ വളരെ ലാഘവത്തോടെ കാണുന്ന ഒരാളാണ്. അങ്ങനെയുള്ളവർ സ്വന്തം ആലോചനകളാൽ നയിക്കപ്പെടുന്നവരാണ്. അവർ ദൈവത്തിന്റെ ആലോചന കേൾക്കാത്തതുകൊണ്ട് തീരുമാനങ്ങൾ തെറ്റിപ്പോവുകയും ദുരന്തങ്ങൾ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്നു. ഈ പെൺകുട്ടിയുടെ ദുരന്തം അവളുടെ തീരുമാനത്തിന്റെ ഫലമായിരുന്നില്ല. അവൾക്ക് ദൈവം അനുവദിച്ച പരീക്ഷയായിരുന്നു. ചിന്തയില്ലാത്തവർക്ക് സംഭവിക്കുന്ന അബദ്ധത്തെക്കുറിച്ച് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. യാക്കോബ് 2 വിധത്തിലുള്ള പരീക്ഷകളെ കുറിച്ചാണ് പറയുന്നത്. 1 കഷ്ടതകളാലുള്ള പരീക്ഷയും 2 ദോഷങ്ങളാലുള്ള പരീക്ഷയും. കഷ്ടതകളാലുള്ള പരീക്ഷ ദൈവം നൽകുന്നതാണ്. ഇതിന്റെ പിന്നിലെ ഉദ്ദേശം ക്രിസ്തുവിലുള്ള സന്തോഷത്തോടെ നാം കഷ്ടതകൾ അഭിമുഖീകരിച്ച് ക്രിസ്തീയ ജീവിതത്തിൽ സ്ഥിരത കൈവരിക്കണം എന്നതാണ്. അങ്ങനെ വലിയ ആത്മീയ പക്വതയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയുമെന്ന് 8-ാം ദിവസം നാം ചിന്തിച്ചതാണല്ലോ. എന്നാൽ ദോഷങ്ങളാലുള്ള പരീക്ഷ ദൈവം അനുവദിക്കുന്നതല്ല. ഇത് നാം നമ്മെ തന്നെ പരീക്ഷിക്കുന്നതാണ്. യാക്കോബ് പറയുന്നത് ദോഷങ്ങളാലുള്ള പരീക്ഷ ദൈവം നൽകുന്നതല്ല, ഓരോരുത്തൻ സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ഉണ്ടാകുന്നുവെന്നാണ്. കഷ്ടതകളാലുള്ള പരീക്ഷ ദൈവം തരുന്നതും അത് പരിശോധനയുമാണ്. എന്നാൽ ദോഷങ്ങളാലുള്ള പരീക്ഷ പരിശോധനയല്ല, പ്രലോഭനമാണ്. ഇതിന് പിന്നിൽ ലോകവും നമ്മുടെ ജഡവും പിശാചുമുണ്ട്. ഇതിന്റെ റിസൾട്ട് പാപവും മരണവുമാണ്. നാം ലോകത്തെയും നമ്മുടെ ജഡത്തെയും സ്നേഹിച്ച് സ്വന്തം മോഹങ്ങൾക്ക് അധീനരായി സ്വയം ചിന്തയില്ലാതെ വരുത്തിവെച്ച പ്രയാസങ്ങളെ പരിശോധനയായി കണക്കാക്കേണ്ടതില്ല. കാരണം ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. ഇന്ന് നാം അനുഭവിക്കുന്ന പല ദുരന്തങ്ങളുടെയും യഥാർത്ഥ കാരണം ചിന്തയില്ലായ്മ കൊണ്ട് ഉണ്ടായ തെറ്റായ തീരുമാനങ്ങൾ തന്നെയാണ്. പ്രിയ സഹോദരിമാരെ, ആവശ്യമുള്ള സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് കഴിയണം. അതിനുള്ള തീരുമാനശേഷി നമുക്കും ദൈവം തന്നിട്ടുണ്ട്. അമിത ചിന്തയും നിശ്ചിന്തയും കൊണ്ട് ദൈവം നൽകിയ തീരുമാനശേഷി തടസ്സപ്പെടുവാൻ നാം അനുവദിക്കരുത്. തീരുമാനശേഷി ഉപയോഗപ്പെടുത്തുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ തീരുമാനശേഷി എല്ലായ്പ്പോഴും ദൈവഹിതത്തിന് കീഴ്പ്പെട്ടതായിരിക്കണം. കർത്താവ് അനുവദിച്ചാൽ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ നിന്നും മാതൃകയാക്കാവുന്ന മറ്റൊരു സ്വഭാവത്തെക്കുറിച്ച് അടുത്ത ദിവസം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.